ന്യൂസ് മലയാളം പ്രീ പോൾ സർവേ ഫലങ്ങളിലേക്ക് നമ്മൾ ഈ സർവേ ഫലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലൂടെയാണ് ഇനി പോകുന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെയാണ് പോകുന്നത്. ഈ സർവേയിലെ ഏറ്റവും സുപ്രധാനമായ ചോദ്യത്തിന് ജനം നൽകിയ ഉത്തരം എന്താണ് എന്ന് നോക്കാം. ആരാകണം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി? ആ കാര്യത്തിൽ പിണറായി വിജയൻ 36.4% പേർ 36.4% പേരാണ് പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയാകണം എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സനീഷെ, നമുക്ക് അടുത്തതും കൂടി നോക്കാം. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നവർ 22% പേരാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത്. കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് 15.3% പേരാണ്. കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത് 9.7% പേരാണ്. രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇനി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ശതമാനക്കണക്ക് പരിശോധിച്ചാൽ 9.2% പേരാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതേസമയം ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് 5.1% പേർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പേര് കൊടുക്കുമ്പോൾ 5.1% പേരും അത് ആഗ്രഹിക്കുന്നു. ഇനി മറ്റു ചില പേരുകളിലേക്കാണ്. കെ എൻ ബാലഗോപാൽ, സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിയായിരിക്കുന്ന കെ എൻ ബാലഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്, ഒരു 1.3% പേർ. പി രാജീവ് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, 1% പേർ. അങ്ങനെ ഈ മൊത്തം കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതാണ് സ്ഥിതി. ഇനി ഇതിൻ്റെ ക്രോസ് സെക്ഷനിലേക്ക്, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലഭിച്ച പിന്തുണ ഗ്രാഫിക്കലി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം വളരെ പെട്ടെന്ന്. ആരാകണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് 36.4% പേർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. 22% പേർ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. 15.3% പേർ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. 9.7% പേർ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. 9.2% പേർ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. 5.1% പേർ ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. 1.3% പേർ കെ എൻ ബാലഗോപാൽ എന്നും 1% പേർ പി രാജീവ് എന്നും ഉത്തരം നൽകിയിരിക്കുന്നു. ഇതിനകത്ത് കെ സി വേണുഗോപാലിനെ കാണുന്നില്ല എന്നതാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇത് ഇങ്ങോട്ട് പറഞ്ഞ പേരുകളാണ്, അല്ലാതെ നമ്മൾ പേര് വെച്ചിട്ട് വോട്ട് ചെയ്യാൻ ഇങ്ങോട്ട് പറഞ്ഞ പേരുകളാണ്. അതുകൊണ്ടാണ് കെ എൻ ബാലഗോപാലും പി രാജീവും കൂടെ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് എൻ്റെ എല്ലാവരും സ്വാഭാവികമായിട്ടും പറയുന്നൊരു പ്രധാനപ്പെട്ട ഇതാ, 2 തവണ കേരളം ഭരിച്ചിരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വീണ്ടും വരണമെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതും രണ്ടാമത് നിൽക്കുന്ന ഈ അവരുടെ പാർട്ടി രണ്ടാമത് നിൽക്കുന്ന ഈ കെ കെ ശൈലജയും ആ 2 ചെറിയ നമ്പരും ഒക്കെ കൂട്ടിച്ചേർത്താൽ LDF അധികാരത്തിലേക്ക് വരണം എന്ന് പറയുന്ന ആളുകളല്ലേ കൂടുതലുള്ളത് എന്ന് നമുക്ക് തോന്നും, അല്ലേ? അല്ല, പക്ഷേ ഇത് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് മാത്രം തൽക്കാലം മുഖ്യമന്ത്രിവരാവില്ലല്ലോ. കാരണം ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട് നമ്മൾ. അതായത് അതിനകത്ത് ഞാൻ കാണുന്നൊരു കാര്യം, ഹർഷ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ LDF UDF ശക്തമായിട്ടുള്ള പോരാട്ടം, അതിനകത്ത് ഒരു ചെറിയ എഡ്ജ് LDFനുണ്ട് എന്നതാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായിട്ടുള്ള മനസ്സിലാക്കലാണത് ഞാൻ ഇതിൽ നിന്ന് കൂടെ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിവിധ നേതാക്കളെ പിന്തുണച്ചവരുടെ ലിംഗാനുപാതം എങ്ങനെയാണ് എന്നത് നമുക്ക് പരിശോധിക്കാം. വിവിധ നേതാക്കളെ പിന്തുണച്ചവരുടെ ലിംഗാനുപാതം: പിണറായി വിജയനെ പിന്തുണച്ചവരിൽ 34.2% സ്ത്രീകളാണ്, 37.8% പുരുഷന്മാരാണ്, 14.3% ട്രാൻസ്ജെൻഡേഴ്സാണ്. അങ്ങനെ 36.4% പേർ പിന്തുണച്ചിരിക്കുന്നു. വി ഡി സതീശനെ പിന്തുണച്ചവരിൽ 19.4% പേർ സ്ത്രീകളും 23.5% പേർ പുരുഷന്മാരും 14.3% പേർ ട്രാൻസ്ജെൻഡേഴ്സും. അങ്ങനെ 22% പേർ. കെ കെ ശൈലജയെ പിന്തുണച്ചിരിക്കുന്നവരിൽ 22% പേർ സ്ത്രീകൾ, 11.4% പേർ പുരുഷന്മാർ, 35.7% പേർ ട്രാൻസ്ജെൻഡേഴ്സ്. അടുത്തത് ചെന്നിത്തലയെ പിന്തുണച്ചിരിക്കുന്നവരിൽ 8.5% പേർ സ്ത്രീകൾ, 9.6% പേർ പുരുഷന്മാർ. രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചിരിക്കുന്നവരിൽ 9%. രാജീവ് ചന്ദ്രശേഖരനെ RC, നമുക്ക് 2 RC ഉണ്ടല്ലോ. അതാണ് നമ്മൾ പഴയ RC നമുക്ക് രമേശ് ചെന്നിത്തലയായിരുന്നു, പുതിയ RC ആണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണച്ചിരിക്കുന്നവരിൽ 9% പേർ സ്ത്രീകൾ, 10.1% പേർ പുരുഷന്മാർ, 7.1% പേർ ട്രാൻസ്ജെൻഡേഴ്സ്. അങ്ങനെ ആകെ പിന്തുണച്ചവർ മൊത്തം കണക്കിൽ 9.7% പേരാണ് പിന്തുണച്ചിരിക്കുന്നത്. തരൂരിനെ പിന്തുണച്ചിരിക്കുന്നവരിൽ 5% പേർ സ്ത്രീകൾ, 5.1% പേർ പുരുഷന്മാർ, 7.1% പേർ ട്രാൻസ്ജെൻഡേഴ്സ്. മൊത്തം കണക്കിൽ വരുമ്പോൾ 5.1% പേരാണ് പിന്തുണച്ചിരിക്കുന്നത് തരൂരിനെ. കെ എൻ ബാലഗോപാലിനെ പിന്തുണച്ചിരിക്കുന്നതിൽ 1% പേർ സ്ത്രീകൾ, 1.5% പേർ പുരുഷന്മാർ, 14.3% പേർ ട്രാൻസ്ജെൻഡേഴ്സ്.
പി രാജീവിനെ പിന്തുണച്ചിരിക്കുന്നവരിൽ 1% പേരാണ് സ്ത്രീകൾ, 1.1% പേർ പുരുഷന്മാർ, 7.1% ട്രാൻസ്ജെൻഡേഴ്സുമാണ്. ഇങ്ങനെ അതായത് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ പേരുകളാണിത്. അതായത് നമ്മൾ അങ്ങോട്ട് കൊടുത്ത പേരുകളല്ല എന്നുള്ള പ്രത്യേകത ഈ കണക്ക്. KC വേണുഗോപാൽ പക്ഷേ മത്സരിക്കാത്തതുകൊണ്ടായിരിക്കണം അവർ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ബാക്കി മറ്റു കണക്കുകളിൽ കൂടെ പോകാൻ സുനിഷേ. നമുക്ക് അടുത്ത നോക്കാനുള്ള സ്ത്രീകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിവിധ നേതാക്കളെ പിന്തുണച്ചതിൻ്റെ ഒരു ശതമാന കണക്ക് കൂടെ ഇതിൻ്റെ സ്പ്ലിറ്റായിട്ട് നമുക്കൊന്നുകൂടെ കാണാം. അതിങ്ങനെയാണ് സ്ത്രീകളുടെ പിന്തുണ ആർക്കാണ് എന്ന് നമ്മൾ വേറിട്ട് പരിശോധിച്ചാൽ പിണറായി വിജയനെ 34.20% സ്ത്രീകൾ പിന്തുണച്ചിട്ടുണ്ട്. 19.40% പേര് VD സതീശന്, 22% സ്ത്രീകൾ KK ശൈലജയെ, 8.50% പേര് രമേശ് ചെന്നിത്തലയെ, 9% സ്ത്രീകൾ രാജീവ് ചന്ദ്രശേഖരനെ, 5% സ്ത്രീകൾ ശശി തരൂരിനെ, 1% പേര് KN ബാലഗോപാലിനെ, 1% പേര് പി രാജീവിനെ. ഇത് നമ്മൾ കണ്ട ജനറൽ കണക്കിൻ്റെ അതേപോലെ തന്നെയാണ് ഹർഷ. അതായത് സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന ജനങ്ങൾ എത്രമാത്രം പിന്തുണ കൊടുത്തു എന്ന ശതമാന കണക്കിൻ്റെ അതേ ആനുപാതികമായിട്ട് തന്നെയാണ് സ്ത്രീകളും നൽകിയിരിക്കുന്നത്. ചെറിയ വ്യത്യാസമേ അങ്ങോട്ട് അല്ലേ. ഇത് പുരുഷന്മാരുടെ കാര്യം കൂടെ നമുക്ക് നോക്കാം. പുരുഷന്മാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിവിധ നേതാക്കളെ പിന്തുണച്ചതിൻ്റെ ശതമാന കണക്ക് ഇതും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ഉറപ്പായിട്ടൊരു സാധ്യത ഞാൻ കാണുന്നത്. ഇങ്ങനെയാണ് പിണറായി വിജയൻ 37.80%, VD സതീശൻ 23.50% പുരുഷന്മാർ, KK ശൈലജ 11.40% പുരുഷന്മാരുടെ പിന്തുണ KK ശൈലജയ്ക്ക്, 9.60% പുരുഷന്മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക്, 10.10% പേരുടേത് രാജീവ് ചന്ദ്രശേഖറിന്, 5.10% പേരുടെ പിന്തുണ ശശി തരൂരിന്, 1.50% പേരുടെ പിന്തുണ KN ബാലഗോപാലിന്, പി രാജീവിന് 1.10% പേരുടെ. ഇതിനകത്തൊരു ചെറിയ വ്യത്യാസം കണ്ടോ വർഷം. അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് ജനറലായിട്ടും ഈ പറയുന്ന പോലെ എന്താണ് സ്ത്രീകൾക്കിടയിലും എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖരനേക്കാൾ കൂടുതൽ പിന്തുണയുണ്ടായിരുന്നെങ്കിൽ ഇവിടെ പുരുഷന്മാരുടെ പിന്തുണ രാജീവ് ചന്ദ്രശേഖരന് കുറച്ച് കൂടുതലുണ്ട് എന്നല്ലേ കാണുന്നതല്ലേ. അതാണ് അതിൻ്റെ കാര്യം. അടുത്തത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിവിധ നേതാക്കളെ പിന്തുണച്ചതിൻ്റെ ഒരു ശതമാന കണക്ക് കൂടെ നമുക്ക് നോക്കാം. അത് ഇതിൻ്റെ തന്നെ സ്പ്ലിറ്റാണ്, പെട്ടെന്ന് വായിച്ചെന്ന് പോകാം. പിണറായി വിജയൻ 14.30%, VD സതീശൻ 14.30%. അത് അത്ഭുതകരമായ ഒരു കൗതുകമുള്ളൊരു കണക്കുണ്ട്. 35.70% അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേതാക്കളെ പിന്തുണച്ച ആളുകളിൽ ട്രാൻസ്ജെൻഡേഴ്സിൽ 35.70% പേരും KK ശൈലജയാണ് പിന്തുണച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് അവരുടെ പിന്തുണയില്ല. രാജീവ് ചന്ദ്രശേഖരന് 7.10% പേരുടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പിന്തുണയുണ്ട്. 7.10% ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പിന്തുണ ശശി തരൂരിനുണ്ട്. KN ബാലഗോപാലിന് 14.30% പേരുടെ പിന്തുണയുണ്ട്. പി രാജീവിന് 7.10% പേരുടെ പിന്തുണയുണ്ട്. ഇതിനകത്ത് KK ശൈലജയ്ക്ക് ആ വിഭാഗത്തിൽ കിട്ടിയിരിക്കുന്ന പിന്തുണ വളരെ വലിയ പിന്തുണയാണ് എന്നതാണ് നമ്മൾ കാണുന്നത്. പിണറായി വിജയനും VD സതീശനും സമാസമം നിൽക്കുകയാണ്. അത് വിവിധ പ്രായക്കാർ വിവിധ പ്രായക്കാരുടെ വിവിധ നേതാക്കളെ ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചതിൻ്റെ ശതമാന കണക്ക് കൂടിയാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അതായത് മറ്റ് കണക്കുകൾക്കൊപ്പം വിവിധ പ്രായക്കാരുടെ കണക്ക് കൂടി അത് നോക്കിയാൽ 18 മുതൽ 25 വയസ്സ് വരെയുള്ളവരിൽ 36.4% പേർ പിണറായി വിജയനെ പിന്തുണച്ചിരിക്കുന്നു. 19.4% പേർ VD സതീശനെ, 23.4% പേർ KK ശൈലജയെ, 6.2% പേർ രമേശ് ചെന്നിത്തലയെ, 6.2% പേർ രാജീവ് ചന്ദ്രശേഖരനെ, 5.7% പേർ ശശി തരൂരിനെ, 0.9% പേർ KN ബാലഗോപാലിനെ, 1.7% പേർ പി രാജീവിനെ പിന്തുണച്ചിരിക്കുന്നു. 26 മുതൽ 35 വയസ്സ് വരെയുള്ളവരുടെ പരിശോധിച്ചാൽ 35.4% പേർ പിണറായി വിജയനെ, 21.2% പേർ VD സതീശനെ, 17.8% പേർ KK ശൈലജയെ, 7.5% രമേശ് ചെന്നിത്തല, 9.8 രാജീവ് ചന്ദ്രശേഖർ, 5.9 ശശി തരൂർ, 1.5 KN ബാലഗോപാൽ, 0.9 പി രാജീവ്. 36 മുതൽ 45 വരെയുള്ള വയസ്സ് പരിശോധിച്ചാൽ 35.7 പിണറായി വിജയൻ, 24.2 VD സതീശൻ, 13.7 KK ശൈലജ, 9.3 രമേശ് ചെന്നിത്തല, 10 രാജീവ് ചന്ദ്രശേഖർ, 4.8 ശശി തരൂർ, 1.5 KN ബാലഗോപാൽ, 0.8 പി രാജീവ്. 46 മുതൽ 60% വരെയുള്ളവരുടെ 46 മുതൽ 60 വയസ്സ് വരെയുള്ളവരുടെ പരിശോധിച്ചാൽ 34.9 പിണറായി വിജയൻ, 22.5 VD സതീശൻ, 12.9 KK ശൈലജ, 10.7 രമേശ് ചെന്നിത്തല, 11.5 രാജീവ് ചന്ദ്രശേഖർ, 5 ശശി തരൂർ, 1.2 KN ബാലഗോപാൽ, 1.3 പി രാജീവ്. 60 വയസ്സിന് മുകളിലുള്ളവരുടെ പരിശോധിച്ചാൽ 40% പേരും പിണറായി വിജയനെ പിന്തുണയ്ക്കുന്നു. 20.1 VD സതീശൻ, 10.5 KK ശൈലജ, 12 രമേശ് ചെന്നിത്തല, 8.1 രാജീവ് ചന്ദ്രശേഖർ, 3.5 ശശി തരൂർ, 1.2 KN ബാലഗോപാൽ, 0.6 പി രാജീവ് എന്നിങ്ങനെ. അതാണ് അത്
നമുക്ക് മറ്റൊരു കാര്യം പരിശോധിക്കാം. വിവിധ പ്രായവിഭാഗക്കാരിൽ തന്നെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾ, തീരെ ചെറിയ കുട്ടികൾ, നമ്മൾ പൂക്കികൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയൊക്കെ പിന്തുണക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്. പൂക്കികളുടെ പിന്തുണ പിണറായി കാണുക നമ്മൾ ഇന്നലെ തന്നെ കൊടുത്തായിരുന്നല്ലോ വർഷ, അല്ലേ? അതിനകത്ത് ശതമാനക്കണക്കിനാണ്. അതായത് ചെറുപ്പക്കാരിൽ 18 മുതൽ 25 വരെയുള്ള തീരെ ചെറുപ്പക്കാരായുള്ള ആളുകളിൽ 36.40% പേരുടെയും പിന്തുണ പിണറായി വിജയനാണ്. 19.40 ആ പ്രായപരിധിയിൽപ്പെട്ട ചെറുപ്പക്കാരുടെ പിന്തുണ VD സതീശനുണ്ട്. KK ശൈലജയ്ക്കും അവിടെ കൂടുതൽ പിന്തുണയുണ്ട്. 23.40%. 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ആളുകളുടെ പിന്തുണ KK ശൈലജയ്ക്കാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് 6.20% പേരുടെ പിന്തുണ. രാജീവ് ചന്ദ്രശേഖരന് 6.20% പേരുടെ പിന്തുണ. ശശി തരൂരിന് 5.70% പേരുടെ പിന്തുണ. KN ബാലഗോപാലിന് 0.90, P രാജീവിന് 1.70 എന്നതാണ് നില. ഇത് ചെറുപ്പക്കാരുടെ പിന്തുണ പിണറായി വിജയനാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അത് അങ്ങനെ തന്നെ വരികയാണ്. ഇവിടെ കണക്കിനോട് ഒപ്പിച്ച് തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത്. അതായത് എല്ലാ സബ് സെക്ഷൻസിനിടയിലും ഒരേ അഭിപ്രായത്തിനാണ് മുൻതൂക്കം എന്നതാണ് സാമാന്യമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം. ഇതിനകത്ത് KK ശൈലജയ്ക്ക് VD സതീശനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരുടെ പിന്തുണ കാണുന്നുണ്ട് എന്നതാണ്. അതും ഇതിൽ വയോജനങ്ങൾ, അതായത് പ്രായം ചെന്നവർ, 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ എങ്ങനെയാണ് ആരെയൊക്കെ പിന്തുണക്കുന്നതെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് നോക്കാം. അതിങ്ങനെ പിണറായി വിജയന് അവരിൽ വലിയ സ്വാധീനമുണ്ട്. 44% പേര് പിണറായി വിജയനെ തന്നെ പിന്തുണക്കുന്നു. 20.10% പേര് VD സതീശനെ പിന്തുണക്കുന്നു. 10.50% വയോജനങ്ങളുടെ പിന്തുണ KK ശൈലജയ്ക്കുണ്ട്. 12% പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ്. രാജീവ് ചന്ദ്രശേഖരന് 8.10% പേരുടെ ആ പ്രായപരിധിയിലുള്ള ആളുകളുടെ, വൃദ്ധരുടെ, വയോജനങ്ങളുടെ പിന്തുണയുണ്ട്. 3.50% വയോജനങ്ങളുടെ പിന്തുണ ശശി തരൂരിനും 1.20% വയോജനങ്ങളുടെ പിന്തുണ KN ബാലഗോപാലിനും. P രാജീവിന് 0.60% വയോജനങ്ങളുടെ പിന്തുണയുണ്ട്. ഇതിലും പിണറായി വിജയൻ ഇങ്ങനെ വളരെ മുന്നോട്ട് നിൽക്കുന്നു. ആ പ്രായപരിധിയിൽപ്പെട്ട ആളുകളുടെയും പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള മുഖ്യമന്ത്രി. എനിക്ക് അനിലേക്ക് ഒരിക്കൽ കൂടി പോയിട്ട് വരാം. എനിക്ക് തോന്നുന്നു അനിലേക്കൊന്ന് പോകാം. അനിൽ, നമ്മളിപ്പോൾ ഈ പ്രായം വെച്ചുള്ള കണക്കുകൂട്ടൽ, ഇപ്പോൾ എല്ലായിടത്തും മുഖ്യമന്ത്രി എന്ന ഒരു അധിക വോട്ട് സമാഹരണ ശേഷിയുള്ള പദവിയിലിരിക്കുന്ന, അധിക അഭിപ്രായം പോസിറ്റീവായിട്ട് വരാവുന്നൊരു പദവിയിലിരിക്കുന്നയാൾ അദ്ദേഹം തന്നെ മാത്രമല്ലേ ഉള്ളൂ. ബാക്കി എല്ലാവരും അതിന് താഴെയുള്ള ആളാണ്. 2 തവണയായിട്ട് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മുതിർന്ന നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൂടുതലായിട്ട് വോട്ട് കിട്ടുന്നതിൽ ആ ഒരു സാഹചര്യമുണ്ട്. നമ്മളിപ്പോൾ എല്ലാ പ്രായം വെച്ചാണെങ്കിലും ലിംഗാനുപാതം വെച്ചാണെങ്കിലും ഒക്കെ നോക്കി അത് ഒരു ഇൻസൈറ്റ്സ് കാണുന്നവർക്ക് നൽകുന്നതാണ്, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ മറ്റു പ്രതികരണങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പം ഇത് മുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രതികരണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിവരം തന്നെയാണ്. ഇപ്പം ഈ ഏജ് വൈസ് ആയിട്ടാണെങ്കിലും ജെൻഡർ വൈസ് ആയിട്ടാണെങ്കിലും ഒക്കെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രീ പിണറായി വിജയന് കിട്ടുന്ന പിന്തുണ എന്ന് നമുക്ക് കാണേണ്ടി വരും. അത് വെച്ചാൽ ഒരു പക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മുഖം എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേരിന് സാധാരണ ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന സ്വീകാര്യതയാണത് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പേരുകൾ ജനങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന പേരുകളാണെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുറച്ച് പേരുകൾ നൽകിയിട്ട് അത് സെലക്ട് ചെയ്യാൻ അവസരം കൊടുക്കുന്നതിന് പകരം അവർക്കറിയാവുന്ന, അവരെ ശ്രദ്ധിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവരുടെ വാർത്തകളിലും അവരുടെ നിരീക്ഷണങ്ങളിലും അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള നേതാക്കന്മാരുടെ പേരുകൾ ജനങ്ങൾ തന്നെ ഉയർത്തി, അല്ലെങ്കിൽ പ്രതികരിച്ചവർ തന്നെ ഉയർത്തി എന്നത് ഈ പ്രതികരണത്തിൻ്റെ വാല്യൂ കൂട്ടുകയാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ചില സർവേകളിലെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത് ചില പ്രത്യേക നേതാക്കന്മാരെ അല്ലെങ്കിൽ ചില പ്രത്യേക വ്യക്തികളെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ കേന്ദ്രീകൃതമായ ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിലേക്ക് ഉത്തരങ്ങൾ തേടുന്ന രീതിയാണ്. പക്ഷേ ഇതിനകത്ത് ഈ സർവേക്കകത്ത് കണ്ടൊരു കാര്യം, ഈ ജനങ്ങളുടെ ഓപ്പൺ ആയിട്ടുള്ളൊരു ചോദ്യം കൊടുത്തതിന് ശേഷം അവർക്ക് മുഖ്യമന്ത്രി ആരാവണം എന്ന ചോദ്യത്തിന് ഓപ്പണായിട്ട് ഉത്തരം പറയാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉത്തരങ്ങൾക്ക്, ഈ പ്രതികരണത്തിന് അതിൻ്റെ മൂല്യം കൂടുതലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അതായത് നമ്മൾ ഏതെങ്കിലും പേര് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിൽ എത്ര പേര് നിങ്ങൾ പിന്തുണക്കുന്നു എന്നല്ല, മറിച്ച് മുഖ്യമന്ത്രി ആകാൻ താല്പര്യമുള്ളത് ആരാണ് എന്ന ചോദ്യമാണ് അങ്ങോട്ട് പോയത്. അത്